ഗൈസ് വെൽക്കം ബാക്ക്. അയ്യോ വെൽക്കം ബാക്ക് പറയാനുള്ള ത്രാണി പോലും എനിക്കില്ല. എത്ര പെട്ടെന്ന് എത്തിയോ ഗൈസ്. എന്റെ വെൽക്കം ബാക്ക് ഇങ്ങനെ ആവരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് എന്തോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. എനിവേസ് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ഞാൻ ഒരു സ്ഥലത്തുള്ളത് അവിടെ നിന്ന് എൻറ്റർ ചെയ്തിട്ട് അതിനുശേഷം ഞാൻ ബാക്കിയുള്ള കാര്യത്തിലോട്ട് കിടക്കും. സോ ഗൈസ്, ഞാന് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം കാര്യത്തിലോട്ട് കടക്കാന്ന് വിചാരിച്ചതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് UAE നാഷണൽ ഡേ ആണ്. നാഷണൽ ഡേ ആയിട്ട് 3-4 ദിവസമായിട്ട് എല്ലാവർക്കും ലീവാണ്. നമ്മൾ കുറെ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഞാൻ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. ഇതിൽ പ്ലാൻ ചെയ്ത് ഒരെണ്ണം തേഞ്ഞൊട്ടിയത് ഞാൻ ബ്ലോഗായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ ചാനലിലുണ്ട്. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. നമ്മളെ ഫയർ വർക്കിന്റെ അത് ഫസ്റ്റ് ഡേ പ്ലാൻ ആയിരുന്നു. സെക്കൻഡ് ഡേ വീണ്ടും ഒരു പ്ലാനൊക്കെ ആക്കിയിട്ട് അത് നടന്നില്ല. ദെൻ നൈറ്റിൽ വീണ്ടും ഫയർ വർക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഓൾസോ ഒരു 50% തേഞ്ഞു പോയി. നടറോഡിൽ നിന്ന് കാണേണ്ട അവസ്ഥ ആയിപ്പോയി. അതും ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം പ്ലാനാക്കുന്നൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇന്നലെ ഞാന് പെട്ടെന്നൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഞാൻ ഫ്രണ്ട്സ് ആയിട്ടൊന്നും അല്ല, ഒറ്റയ്ക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു പ്ലാൻ സെറ്റപ്പ് ആക്കുന്നത്. എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഇത് ദുബായിലുള്ള സമയത്ത് ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്ക് എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്റെ മൂഡ് സ്വിങ്സിനെ കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് കറക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ എന്റെ മൂഡ് സ്വിങ്സിനെ കൊണ്ട് വന്നിരിക്കുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ്. സോ ഇത് വന്നിട്ട് നമ്മള് ജുമേറയിലുള്ള W ദുബായ് ബൈ മാരിയറ്റ്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം നല്ല, എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഞാൻ സെലക്ട് ആക്കിയിട്ട് വന്നതാണ്. ഇന്നലെ ഞാൻ വന്നു, ബട്ട് എനിക്ക് ഇന്നലെ വന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വ്ലോഗ് എനിക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റിയില്ല. ബിക്കോസ് എനിക്ക് വന്നപാടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെ കറങ്ങി കണ്ടൊക്കെ വന്നപ്പോഴത്തേനും ഫോൺ എടുക്കാൻ തന്നെ തോന്നില്ല. ഞാൻ അങ്ങനെ സെറ്റ് ആയിപ്പോയി ഇവിടുമായിട്ട്. പിന്നെ എന്റെ തൊണ്ടയൊക്കെ പോയി. അതിനൊരു റീസൺ ഉണ്ട്. അതെല്ലാം ഇന്നത്തെ കാര്യം കൊണ്ടാണ്. ബിക്കോസ് ഇവിടെ ഒരു നൈറ്റ് ക്ലബ് ഉണ്ട്. ഇതുമായിട്ട് ചേർന്നിട്ട് ഭയങ്കര അടിപൊളി വലിയൊരു നൈറ്റ് ക്ലബ് ഉണ്ട്, ബീച്ചൊക്കെ ആയിട്ട്. സോ എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ നൈറ്റ് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് ഞാൻ അവിടെ പോയിട്ടുള്ള ചെറിയൊരു കുട്ടി ക്ലിപ്പ് ഞാൻ ഇതിൽ ഇങ്ങനെ കാണിക്കാം. സോ അങ്ങനെ ഞാൻ അവിടെ പോയതിനു ശേഷം ആയപ്പോഴത്തേക്കും അവിടെ നിന്നും കുറെ തുള്ളി മറിഞ്ഞിട്ട് തണുപ്പൊക്കെ അടിച്ച് എന്റെ തൊണ്ട പോയിട്ട് എനിക്ക് വലിയ പരാതിയൊന്നുമില്ല. ബട്ട് പെയിൻ ഉണ്ട്. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. വെള്ളം കുടിച്ചപ്പോ തന്നെ എനിക്ക് എന്തോ തൊണ്ടയിൽ കുത്തി കയറണക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ എനിക്ക് ഇത്ര പെയിന് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തണുപ്പടിച്ചിട്ട് ഇങ്ങനെ വരാറില്ല. സോ ഞാൻ ഇവിടെ എന്റെ ലോൺലിനെസ് ലോൺലിനെസ് ഒറ്റയ്ക്കിരിക്കാൻ വന്നതാണ് ഗൈസ്. ഒറ്റയ്ക്കിരിക്കാൻ നോക്കിയിട്ട് ആ വൈബ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ബട്ട് ഗുഡ്. പക്ഷെ എനിക്ക് എന്താ പറയാ, കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇന്നലെ എനിക്ക് ബോധോദയം വന്നത് ഏകദേശം ഒരു 3 മണിയായി. ദെൻ അവിടുന്ന് എല്ലാം വാരിപ്പറക്കി പാക്കിയതൊക്കെ വന്നിട്ട് 5-6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേനും. നോർമലി നമ്മളെ ചെക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു 2 o'clock ആണല്ലോ. ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 5-6 മണി ആയിട്ടുണ്ട്. അതോടെ പോയി. എനിവേസ്, നമ്മൾ നെക്സ്റ്റ് സ്ഥലത്ത് എവിടെയെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 2 മണിക്ക് ഞാൻ എത്താൻ വേണ്ടി ശ്രമിക്കും നെക്സ്റ്റ് ടൈം. ഇന്നത്തെ പ്രാവശ്യം ഓക്കെ, ഫസ്റ്റ് ടൈം അല്ലേ, നമുക്ക് പരിചയക്കുറവുള്ളതല്ലേ. ആൻഡ് ഞാനിവിടെ വന്ന സമയത്ത് തന്നെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് റൂം ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ ഇതോടൊപ്പം ചെയ്യാം കേട്ടോ. ഇത് ഞാനിപ്പോ വന്നിരിക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ തരാന്ന് പറഞ്ഞ് ഇത്രയും ലെങ്ത് ഇൻട്രൊഡക്ഷൻ ആയിപ്പോയി. എനിവേസ്, ഞാൻ ഫുഡിലോട്ട് കിടക്കാം. അതിനിടയ്ക്ക് ഞാനൊന്ന് നമ്മുടെ റൂം കാണിക്കാം കേട്ടോ. അതിനുശേഷമായിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ നമ്മളെ റൂം എന്താന്നുള്ളതൊന്ന് നോക്കിയിട്ട് വായോ കേട്ടോ. സോ ഗൈസ്, അപ്പൊ നമുക്ക് റൂം നോക്കാം. ഞാൻ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അകത്ത് എൻ്റെ സാധനങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഓപ്പൺ ചെയ്യുന്നതാണ്. കയറി വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു ചെയറാണ് കേട്ടോ. ഇത് ചെയറാണ്, ഇവിടെ ഇരിക്കാം. പിന്നെ ഇങ്ങനെ ഒരു കർട്ടൻ വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ വാഷ്റൂം ഞാൻ പിന്നെ കാണിക്കാം. ഇവിടെ ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ട്, കബോർഡ്സൊക്കെ ആയിട്ട്. ആൻഡ് ഫുൾ മിറർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുൾ മിറർ, ഒന്നല്ല 3 മിററാണുള്ളത്. ഓ, ഇതും മിററാണല്ലോ. എവിടെ തിരിഞ്ഞാലും മിററാണല്ലോ. ഞാനിതുവരെ ഇവിടെ ഇരുന്നിട്ട് പോലും ഇല്ല കേട്ടോ. എൻ്റെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഞാൻ ബാൽക്കണിയിലെ റൂമാണ് എടുത്തത്. അയ്യോ,
ഭയങ്കര കഷ്ടമാണല്ലോ തുറക്കാൻ. ഇതിന്റെ ഒരു വ്യൂ ആണ് മോനെ, വ്യൂ. ഇതിന് വേണ്ടിയിട്ടാ ഞാനൊരു ബാൽക്കണി സെറ്റപ്പ് തന്നെ എടുത്തത്. ഇവിടുത്തെ വ്യൂ ഭയങ്കര വ്യൂ ആണ് കേട്ടോ. നമ്മുടെ എയിൻ ദുബായ്. കഴിഞ്ഞ ദിവസം നമ്മള് ഫയർ വർക്ക് കാണാൻ വേണ്ടി പോയിട്ടുള്ള സ്ഥലം. ആൻഡ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കാം. ഇത് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. നത്തിങ് എൽസ്. ഇതൊരു സീ വ്യൂ ആണ് നമ്മുടെ ബാൽക്കണി നമുക്ക് തന്നിട്ടുള്ളത്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇതല്ല, കുറച്ചുകൂടെ അങ്ങോട്ടുള്ളതാണ്. നമുക്ക് ഈ കോർണറിൽ കിട്ടിപ്പോയി. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. യുടെ നാഷണൽ ഡേ ആയതുകൊണ്ട് യുടെ ഫ്ലാഗിന്റെ ആ ഒരു ഇത് കണ്ടില്ല, അയിനില് 53 വാർഷികമാണ്. അതിൻ്റെയാണ് അതിൽ കാണിച്ചോണ്ടിരിക്കുന്നത്. ദുബായിയുടെ ഭരണാധികാരിയുടെ ആ ഒരു ഫേസ് ആണ് അതിൽ കാണിക്കുന്നത് അയിനില്. ഇനി നമുക്ക് വാഷ്റൂം കാണാം. വാഷ്റൂം എനിക്ക് ഭയങ്കര എന്താ പറയാ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഈ കാണിക്കാൻ പോകുന്നേ. ഇവിടെ ബെഡിന്ന് നമുക്കൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇത് വാഷ്റൂം ആണ് ഇതിന്റെ ഉള്ളില്. ഇവിടെ ഷെയ്ഡ്സ് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറെ അമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ഹാൻഡ് വാഷും സോപ്പും ടവൽസും വാട്ടേഴ്സ് ആൻഡ് മിറർ. ഇവിടെ വാർഡ്രോബ്സ് ആണ്. ഈ കോട്ടയ്ക്ക് ഞാൻ ഇടുന്നുണ്ട് നാളെ. ശരി, ഇവിടെ നമുക്ക് നമ്മുടെ സാധനങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. അതിന് മാത്രമുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ഡ്രസ്സ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആണ്. അതിന് മാത്രമുള്ള സാധനങ്ങൾ നമ്മളിൽ ആകെ പാടുള്ളൊരു ഈ ഒരു ബൈക്ക് വന്നു. അതിനകത്ത് ഒരൊറ്റ ഡ്രസ്സേ ഉള്ളൂ, ഒറ്റ സിംഗിൾ ഡ്രസ്സ്. സോ നിങ്ങൾ റൂമെല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് ഫുഡൊക്കെ എടുക്കട്ടെ. ബുഫയാണ്, സോ നമ്മൾ തന്നെ എടുക്കണം. ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ എടുത്തതിന് ശേഷം ഇരിക്കാം. ലേറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത്ര ലേറ്റ് ആയിട്ട് ഞാൻ കയറുന്നത്. കഴിയാനായിട്ടുണ്ട്. ഏകദേശം ഒരു 10:15 മണി. ലാസ്റ്റ് 11 മണിക്കാണ് ഇവർ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഞാൻ കറക്റ്റിന് ഓടി പഠിച്ച് 11 മണി ആവാനായപ്പോൾ എത്തിക്കണം. വലിയ ബുഫയാണ് കേട്ടോ. അത്യാവശ്യം ഫുള്ള് സ്വീറ്റ്സ് ആണെന്നേ ഉള്ളൂ. അധികപക്ഷം സത്യം പറയാൻ എനിക്ക് ഇതിന്റെ പകുതിയിലേറെ സാധനം എന്താണെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. എന്നാൽ ഞാൻ അറിയുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ടേബിളിൽ കൊണ്ടുവരുന്ന നിങ്ങളെ കാണിക്കാം. ഓക്കെ, എനിക്ക് വയ്യല്ലോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ നല്ല രീതിക്ക് ഒരു പ്രസന്റേഷൻ തരാമെന്ന് വിചാരിച്ചത്, പക്ഷെ പറ്റുന്നില്ല. എൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഐറ്റംസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പേരൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ജസ്റ്റ് കാണിക്കാം. ഞാൻ നോർമലി ഇങ്ങനെ എടുക്കാറുണ്ട്. ഇങ്ങനെ ഓരോന്നിൻ്റെയും ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓർത്തിട്ടാണ് പറയാറ്. പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ മാത്രം അറിഞ്ഞൂടാ. കാരണം ഞാൻ അവിടെ നിന്ന് ഇവിടെ നോക്കിയാണ് വാരിപ്പറക്കി എടുത്തത്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല എൻ്റെ തൊണ്ട. പിന്നെ ഞാൻ ഇങ്ങനെ തൊണ്ട വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഇവിടുത്തെ ഒരു സ്റ്റാഫ് കൊണ്ടുവന്നിട്ട് മസാല ചായ കൊണ്ട് തന്നു. ഇതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മസാല ചായ തന്നെ അങ്ങ് തുടങ്ങട്ടെ. ഇതിന്ന് എൻ്റെ തൊണ്ട ശരിയായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാന്തോ. അയ്യോ, പഞ്ചാരയില്ല പോരെ. തുടക്കം തന്നെ മൂട്. ഇത് ആക്ച്വലി ഒരു സ്റ്റാറിന്റെ ഷേപ്പിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഇത് എന്തൊക്കെയോ ഞാൻ ഇത്ര എടുത്തിട്ടുള്ള തൽക്കാലം കഴിച്ചതിന് ശേഷം ബാക്കി പോയിട്ട് എടുക്കാന്ന് കരുതി. ഫുള്ള് ടേബിൾ നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യം ഞാൻ അത് കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ ഉള്ള സാധനങ്ങൾ എടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ ഈ സ്റ്റാറിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഒരു പപ്സിന്റെ ടേസ്റ്റ് ഉണ്ട്. പപ്സില് ആക്ച്വലി ഇതെന്തോ ഒരു ഫ്രൂട്ട് ആണ്. എനിക്കൊന്ന് പീച്ച് ആണെന്ന് തോന്നുന്നു. പീച്ചിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടോ. ഈ ഒരു സാധനം എനിക്ക് കഴിക്കണമെന്നുണ്ട്, പക്ഷെ എന്റെ വായിൽ കയറുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ പൊട്ടിച്ച് കഴിക്കാൻ പറ്റും, പക്ഷെ നമ്മളെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല. തന്നെ പറയും ബ്ലഡി ലോക്കൽ പീപ്പിൾസ് കഴിക്കാൻ പോലും അറിയില്ല. വാ തുറക്കാൻ വയ്യാത്തോണ്ടാണ്. കൊള്ളാം. ആദ്യം കഴിച്ച ആ സ്റ്റാർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നേറ്റിടാം, അല്ലാണ്ട് പണിവാളും. നമ്മൾ വൈറ്റ് ഡ്രസ്സാണ്. കാര്യത്തിലോട്ട് കിടക്കുന്നില്ല. ഇതും എനിക്ക് പറ്റൂല. ഒന്നും കൊള്ളില്ല എന്ന് പറയല്ല. ഇവിടെ എല്ലാം കൊള്ളാം, പക്ഷെ എനിക്കിതൊന്നും പറ്റുന്നില്ല. ഒന്നും എന്റെ തൊണ്ടയും താഴോട്ട് ഇറങ്ങുന്നില്ല. അവിടെ ഒരു
ഇരുത്തം പിടിച്ച് നിൽക്കും എല്ലാ ഐറ്റംസും. എല്ലാം എടുത്തെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഞാൻ വൈൻഡപ്പ് ചെയ്തു. ഇത് മേടിച്ച് എനിക്ക് കഴിക്കാൻ തോന്നില്ല. പിന്നെ ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഷക്ഷൂക്കയാണ് കേട്ടോ. ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ഇറങ്ങിയിട്ടില്ല അത്. ആൻഡ് ഫൈനലി ഞാൻ കുറച്ച് ഫ്രൂട്ട്സും എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സും കുറച്ച് പുഡിങ്ങും എടുത്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. നമ്മളെ കണ്ണിന്റെ മുമ്പിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിധിച്ചതേ കിട്ടത്തുള്ളൂ. ഇനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൈ കൊണ്ട് എടുത്ത് നമുക്ക് വായ വരെ വെക്കാം. പക്ഷെ തൊണ്ടി നിറക്കാൻ പറ്റൂല. എന്റെ അവസ്ഥ അതാണ്. ഞാൻ ആക്ച്വലി ഇഷ്ടപ്പെട്ടതെല്ലാം എടുത്തു. പക്ഷെ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഫൈനലി ഫ്രൂട്ട്സ് എനിക്ക് ഇഷ്ടമാണ്. എസ്പെഷ്യലി എനിക്ക് റംബൂട്ടാനും ലോങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാധനം അതും ഓക്കെയാണ്. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ വന്ന സമയത്ത് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് വെയിലൊക്കെ വന്ന് തുടങ്ങി. കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലത്തിലുള്ള ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് അറിയാം. ഇവിടെ ഒരു ഇൻഫിനിറ്റി പൂളുണ്ട്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങണമെന്നുള്ളത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ എണീറ്റ് തന്നെ ഏകദേശം ഒരു 10 മണിയായി. പിന്നെ കെട്ടിയൊരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും 10:45. 11 മണിയാണ് ഇവിടെ ക്ലോസ് ചെയ്യണത്. പിന്നെ അത് നടന്നില്ല. എനിവേസ് ഞാൻ ഇൻഫിനിറ്റി പൂൾ കാണിച്ചത് കേട്ടോ. എനിക്ക് നടക്കാതെ പോയൊരു ആഗ്രഹമാണ്. ബട്ട് ഞാൻ ഇവിടെ വീണ്ടും വരും. അന്നേരം ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യും. ഉറപ്പാണ്. ഞാൻ സ്വപ്നം കാണുമായിരുന്നു. ഞാൻ ഈ ഫോട്ടോയിൽ കാണുന്ന സമയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ആൻഡ് അതാ കണ്ടില്ലേ പൂളിലൊക്കെ ഇങ്ങനെ നീരാട്ടണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ബട്ട് നടന്നില്ല. ലെഫ്റ്റ് സൈഡ് ഞാൻ കാണിക്കുന്നില്ല. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കിടപ്പുണ്ട്. അപ്പൊ അവരുടെ പ്രൈവസി മാനിച്ചും നിങ്ങളുടെ കണ്ണിന് അധികം കുളിര് തരാതിരിക്കാനും ഞാൻ എന്റെ ക്യാമറ അങ്ങോട്ട് വളയ്ക്കുന്നില്ല ഗൈസ്. സോ ഗൈസ്, ഇത് മെയിൻ എൻട്രൻസ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് കയറി വരുമ്പോ ഫസ്റ്റിലേ കാണുന്ന സാധനം ഇതാണ് കേട്ടോ. ദെൻ ഇത് റിസപ്ഷൻ ആൻഡ് ലോബീസ്. ഈ ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ. മെറ്റലാണ് ഒരു പുകമയം. ഇതിന്റെ കൊമ്പ് ഉണ്ടോ എന്തോരം വലുതാണ്. കൊറേ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇതിനകത്തിരുന്ന് ആരെങ്കിലും അടിച്ചോണ്ട് പോയിട്ടുണ്ടോന്ന് തോന്നുന്നു. കുറച്ച് അറബിക് ഓർണമെന്റ്സ് ആണ് കേട്ടോ. വാളൊക്കെ ഉണ്ട്. സോറി, ഇത് വാളല്ല, ഇത് കത്തി. ഓക്കെ. ഓ, ഇതിപ്പോ ഡിസൈനാ തോന്നുന്നു. ഇവിടെയും ഒരു എം ടി ബോക്സ് ഉണ്ട്. ഒന്നല്ല 2 ബോക്സ് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു ദിസ് കൈൻഡ് ഓഫ് ഏരിയ. ആൻഡ് ഇവിടെ സോ ഈ ഒരു ഏരിയ എനിക്ക് ഇന്നലെ ഞാൻ വന്നിട്ട് സ്റ്റക്ക് ആയിപ്പോയത് ഇവിടെയാണ്. ഇവിടെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ ഒരു കുട്ടി ബാറുണ്ട്. അത്യാവശ്യം അധികം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെയൊക്കെ ഇരിക്കാം. ആ ഒരു സൈഡിൽ ഞാൻ ആക്ച്വലി പോയിട്ടില്ല. ഓ, സോ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോവാം. ഞാൻ ഇന്നലെ പോയിട്ടുള്ള ബീച്ചിന്റെ നൈറ്റ് അല്ല ഞാൻ കാണിച്ചത്. ഇന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റുന്ന അറിയില്ല. ബിക്കോസ് അത് രാത്രിയിൽ മാത്രമേ അവർ ഓപ്പൺ ചെയ്യുന്നതാണ്. ഇവിടെ അല്ലാതെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഞാനത് കാണിക്കാട്ടോ. നമ്മുടെ ചെക്കൗട്ട് ടൈം ആയിട്ടുണ്ട്. ബട്ട് 5 മിനിറ്റ് ബാലൻസ് ഉള്ളൂ ചെക്കൗട്ടിന്. ഞാൻ അതിന് മുന്നേ ഓടി പിടിച്ചതൊക്കെ കാണിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. സാരിയാ. അയ്യോ, ഇത് വേറെ പ്രോപ്പർട്ടിയാണ്. ഞാൻ അറിയേണ്ട വേറെ പ്രോപ്പർട്ടിയിൽ എത്തിപ്പോയി. യുട്ടാൻ എല്ലാം അടുത്തടുത്താണ്. സോ ഇടയ്ക്കിടയ്ക്ക് വഴിമാറി പോകും. കാരണം അപ്പുറം ഇപ്പുറം ഒക്കെ വഴിയുണ്ട്. ഇവിടെ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും പൂൾസ് ആണ്. പൂൾസ്, സ്വിമ്മിംഗ് പൂളാണ്. ആഗ്രഹം ഉണ്ടായിച്ചു പോലും എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. ഇതെല്ലാം ഞാൻ ഇന്നലെ വന്ന് ഒപ്പിട്ട് പോയ സ്ഥലമാണ്. പക്ഷെ ഇറങ്ങാനുള്ള ഭാഗ്യമില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം. ഈവനിങ് രസം.
ഞാൻ പ്രിപ്പയർ അല്ലായിരുന്നു കേട്ടോ. ഞാൻ ആകെ 2 ഡ്രസ്സ് എടുത്തിട്ടാ വന്നത്. അത് ഒരെണ്ണം നൈറ്റ് ഇട്ട് ഒരെണ്ണം ഇത് ഇല്ലല്ലോ വേറെ, പിന്നെ എങ്ങനെ ഇറങ്ങാനാ. നെക്സ്റ്റ് ടൈം ഞാൻ ഫുള്ള് സെറ്റപ്പ് ആയിട്ട് വരും. ഞാൻ വെയിൽ കൊണ്ട് ഉണങ്ങാനാണ് ഇങ്ങോട്ട് വന്നേന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം. ഇവിടെ കുറെ അർദ്ധനഗ്നരായിട്ടുള്ള ആൾക്കാരൊക്കെ കിടപ്പുണ്ട്. എനിക്കത് കാണിക്കണം വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ്. ബട്ട് ഞാൻ കാണിക്കില്ല. ഞാൻ അത്രയും ചട്ടത്തരമൊന്നും കാണിക്കത്തില്ല ഗൈസ്. എന്റെ വ്ളോഗ് ഡീസന്റ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അമ്മാതിരി സംഭവങ്ങളൊന്നും ഞാൻ നിങ്ങളെ കാണിക്കില്ല. നിങ്ങളാരും പിഴച്ചു പോവരുത്. ഞാൻ സ്വയം കാണുള്ളൂ. ഞാൻ നിങ്ങളെ കടല് കാണിച്ചുതരാം. കടല് എനിക്ക് ബാക്കിൽ ഇങ്ങനെ കാണിക്കുന്നതിന് എന്തൊരു പോലെയാണ്. കാരണം ഞാൻ ഓൾമോസ്റ്റ് കടലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറെ ആൾക്കാർ വെയിൽ കൊള്ളാൻ വേണ്ടി ബാക്കിൽ കിടപ്പുണ്ട്. കുറെ ആൾക്കാർ ഫ്രണ്ടിൽ നീന്തുന്നുണ്ട്. നല്ല പ്യോറായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇതെനിക്ക് കടലൊന്നും പറയാൻ പറ്റത്തില്ല. കടലെന്ന് പറഞ്ഞാൽ നിങ്ങൾ മിക്കവാറും എന്നെ എന്തേലും എടുത്തിട്ട് അടിക്കും. ഇത് ഒരു എന്താ പറയാ, കടലിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അത് കടലെന്ന് പറയാൻ പാകത്തിനില്ല. ഞാൻ ബാക്കിലുള്ള വൈബിനെ കുറിച്ച് പറഞ്ഞില്ല. ആരും നിങ്ങക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, മുന്നിലുള്ള സീനൊക്കെ ഇപ്പൊ ക്ലിയർ ആയിരിക്കുകയാണ്. ഇവിടെ ഉള്ള ആൾ എണീറ്റ് പോയി. ആ പെണ്ണ് എണീറ്റ് പോയി. ഞാൻ കാണിച്ചതാട്ടോ ഈ ഫ്രണ്ടിലത്തെ. നല്ല വെയിൽ തോന്നിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു ചില്ല് ഫീലാണ് കിട്ടുന്നത്. ഒരു തണുപ്പ്. പിന്നെ മുഖത്ത് ഞാൻ സൺ പ്രൊട്ടക്ട് ഇട്ടിട്ടുള്ളതുകൊണ്ട് കാര്യമായിട്ട് മുഖത്ത് എഫക്ട് ചെയ്യില്ലാന്ന് തോന്നുന്നു. എന്റെ കൈയൊക്കെ മിക്കവാറും വീടെത്തുമ്പോഴത്തേനും ഉണക്ക മീൻ കണക്കിനാവൂ. നല്ല വിശ്വാസമുണ്ട്. തൊട്ടടുത്താണ് കേട്ടോ. നമ്മൾ ആ പ്രോപ്പർട്ടീന്റെ ജസ്റ്റ് ബാക്കിലായിട്ടാണ് ഇതുള്ളത്. ഇതുണ്ടോ വെള്ളം നോക്കിക്കേ, നല്ല പ്യോറായിട്ട് തെളിഞ്ഞു കിടക്കുന്നുണ്ടല്ലേ, അഴുക്കൊന്നും ഇല്ലാണ്ട്. നമ്മളെ നാട്ടിൽ ഇതുപോലത്തെ കടലായിരുന്നെങ്കിൽ അല്ലേ, ഐ മീൻ ഇത് കടലെന്ന് പറയാൻ പറ്റൂല, എന്നാലും നമ്മുടെ ചെക്കൗട്ട് ടൈമാണ്. സോ ഞാൻ റൂമിൽ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം ഇന്നലെ വീഡിയോ ഞാൻ എടുത്തതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വിട്ടുപോയിട്ടുള്ളത്. ആ ഒരു സാധനം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ. റൂമിൽ ഞാൻ കാണിക്കാൻ മിസ്സായിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത റൂമിലൊരു മിനി ബാർ സെറ്റപ്പ് ഉണ്ട്. സോ ഈ വക സാധനങ്ങളൊക്കെ യൂസ് ആക്കലില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അയ്യോ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം, റൂമിലൊക്കെ ബാർ സെറ്റപ്പ് ഉള്ളത് അത് കാണിക്കാമെന്ന് കരുതിയിട്ട് അവരെ കൊണ്ട് ഇടിയിപ്പിച്ചതാണ്. ആൻഡ് ഇത് കോഫി മേക്കറാണ്. പിന്നെ ഇതിനകത്തും അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ ഉണ്ട്. പാവം ഇന്നലെ ഇതൊക്കെ എടുത്ത് റിമൂവ് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെയുള്ള പയ്യൻ വന്നിട്ട് ഇത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണം, വെച്ചോളൂ എന്ന് പറഞ്ഞപ്പം ഓക്കെ പറഞ്ഞു. ആ പാവം വെച്ചിട്ടൊരു മലയാളി ആയതുകൊണ്ട് ഓക്കെ, സുരക്ഷിതമായിട്ട് ഞാനിവിടെ വെച്ചിട്ട് പോവുകയാണ്. ഓക്കെ, ഐ മിസ് യു ഗൈസ്. ചില ഹോട്ടലുകളിലല്ല നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വേണമെങ്കിൽ എടുക്കാം, എന്നിട്ട് നമ്മൾ ഇറങ്ങാൻ സമയത്ത് അത് പേ ചെയ്താൽ മതി. ബട്ട് ഇത് ഇങ്ങനൊരു മിനി ബാർ റൂമിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളങ്ങനെ വിചാരിക്കട്ടെ, നിങ്ങളെന്നെ അങ്ങനെ നോക്കരുത്. ഞാനിതൊന്നും തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ തൊട്ടിട്ടില്ല, സത്യത കണ്ടില്ലേ. അത് അവർ വെച്ചിട്ട് പോയത്, അവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയുണ്ട്. ഞാനിങ്ങനെ നോക്കിയിരുന്നു കുറച്ച് നേരം. എന്തായാലും കാണിക്കണം വിചാരിച്ചത്. ഞാൻ കാണിച്ചില്ലെങ്കിൽ ഇത് എന്നോട് തന്നെ ഞാൻ ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും ഗൈസ്. അങ്ങനെയാണ് ഞാൻ കാണിച്ചത് കേട്ടോ. എനിവേസ്, അപ്പം ഞാൻ എൻ്റെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ട് ഇറങ്ങട്ടെ. അവർ കോൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ താഴോട്ടെത്തട്ടെ. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വിട പറയുകയാണ്. ഞാൻ വന്നപ്പം ഇവിടെ ഇതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഫ്രണ്ട് സൈഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം പോകുമ്പോഴേലും അത് എടുക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, അയ്യോ ഞാൻ ഇങ്ങനെ നോക്കണ സമയത്ത് നീ എൻ്റെ കണ്ണാടിയിൽ കാണുന്നുണ്ടോ ഗൈസ്? എൻ്റെ കൂടെ വന്ന ആളെ ഫേമസ് ആയി. ഓക്കെ, ഡ്രൈവർ കുറച്ചുകൂടെ വണ്ടി ബാക്കിലെടുക്കും. അയ്യോ വേക്കുന്ന വേറെ വണ്ടിയാണ്. ഓക്കെ ഗൈസ്, ഞാനപ്പോൾ കാണിച്ചത് കേട്ടോ. ഇവിടെയാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഭയങ്കര ചൂട്.
എന്തൊക്കെയൊക്കെ കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചു ഗൈസ്. പക്ഷെ എനിക്കൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് എന്നെ തന്നെ നേർച്ച പോയി കാണിക്കാൻ പറ്റിയില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കാര്യം എന്തൊന്നുമില്ല ഗൈസ്. ഞാൻ നല്ലൊരു സൂപ്പർ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. എന്താണെന്നറിയത്തില്ല, ഈ ഇടയായിട്ട് കൈവയ്ക്കുന്ന എല്ലാം ചുറ്റി പോകുന്നുണ്ട്. എല്ലാം തേഞ്ഞൊട്ടുന്നുണ്ട്. ഇത് തേഞ്ഞിട്ടതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നില്ല. ഇത് എൻ്റെ തൊണ്ടയ്ക്ക് ഞാൻ തന്നെ കൊടുത്ത പണിയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ മോർണിംഗിൽ ഞാൻ നേരത്തെ എണീറ്റ് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തേനെ. അപ്പോൾ ശരി എന്നാൽ ഗൈസ്, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.